ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ കാറ്റഗിസം അവറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയുടെ വിവിധ നാമങ്ങളും ഓരോ നാമവും ഏതൊക്കെ അർത്ഥതലങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നൊക്കെയാണ്. തൻ്റെ പരസ്യജീവിതകാലത്ത് ഈശോ മിശിഹ അനേകം മനുഷ്യർക്ക് ആത്മീയവും ശാരീരികവും മാനസികവും ആയ സൗഖ്യം നൽകി ചുറ്റി സഞ്ചരിച്ചു. ഈ ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോകുന്നതിന് മുൻപായിട്ട് തൻ്റെ പ്രിയപ്പെട്ട സ്ലീഹന്മാർക്ക് പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം അവിടുന്ന് പകർന്നു നൽകി. തുടർന്ന് സ്ലീഹന്മാരുടെ പിൻഗാമികളായ മെത്രാന്മാർക്കും അവരുടെ സഹകാരികളായ വൈദികർക്കും ഈ അധികാരം കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടുകയാണ് ഉണ്ടായത്. ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് പരിശുദ്ധ കുമ്പസാരം എന്ന കൂദാശയിലൂടെ ഈ കൃപകളെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അഥവാ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പരിശുദ്ധ കുമ്പസാരത്തെ 5 പേരുകളിലാണ് വിളിക്കുന്നത്. ഈ 5 പേരുകളും പരിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മളിലേക്ക് ലഭിക്കുന്ന ഓരോ കൃപയുടെ തലത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് സാക്രമെൻ്റ് ഓഫ് പെനൻസ് അഥവാ അനുതാപത്തിൻ്റെ കൂദാശ. രണ്ടാമതായിട്ട് മാനസാന്തരത്തിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് കൺവേർഷൻ. മൂന്നാമതായിട്ട് ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് കൺഫെഷൻ. നാലാമത്തേത് ക്ഷമിക്കലിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് ഫൊർഗീവ്നെസ്. അഞ്ചാമത്തേത് അനുരഞ്ജനത്തിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് റിക്കൺസീലിയേഷൻ. ഇനി ഇവ 5 എന്താണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഒന്നാമത്തേത് അനുതാപത്തിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് പെനൻസ്. പരമകാരുണ്യകനായ ദൈവത്തോട് നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ ചെയ്ത പാപങ്ങൾ അവയെക്കുറിച്ചൊക്കെ ഓർത്ത് പശ്ചാത്തപിച്ച് നമ്മൾ പാപമോചനം യാചിക്കുകയാണ്. ഇവിടെ സഭ അവളുടെ കരുണയും സ്നേഹവും ദൈവാനുഗ്രഹവും എല്ലാം പരിശുദ്ധ കുമ്പസാരത്തിലൂടെ നമ്മളിലേക്ക് ഒഴുക്കുന്നു. രണ്ടാമത്തേത് മാനസാന്തരത്തിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് കൺവേർഷൻ. ഈശോയുടെ അനുതാപത്തിനായിട്ടുള്ള മാറ്റത്തിനായിട്ടുള്ള ആഹ്വാനം വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ഇതിനോട് പ്രത്യുത്തരിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ്. ഈശോയിലേക്ക് തിരിച്ചെത്താനായിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഓരോ കുമ്പസാരവും. മൂന്നാമത്തേത് സാക്രമെൻ്റ് ഓഫ് കൺഫെഷൻ അഥവാ ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ. നമ്മൾ ഓരോരുത്തരും വൈദികരോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നു. ഈ ഏറ്റുപറച്ചിൽ 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും, അതുപോലെ തന്നെ അവിടുന്ന് നമ്മളോട് കാണിക്കുന്ന അളവറ്റ കാരുണ്യവും. രണ്ടാമത്തേത് നമ്മൾ തന്നെ എളിമപ്പെട്ട് നമ്മളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ കൂടുതലായിട്ട് ശരണപ്പെടാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. നാലാമത്തേത് സാക്രമെൻ്റ് ഓഫ് ഫൊർഗീവ്നെസ് അഥവാ ക്ഷമിക്കലിൻ്റെ കൂദാശയാണ്. വൈദികൻ പാപങ്ങൾ മോചിച്ചുകൊണ്ട് ആശീർവദിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങളും മാറിപ്പോവുകയും അതോടൊപ്പം എന്തെന്നില്ലാത്ത കൃപയും സ്നേഹവും സമാധാനവും നമ്മുടെ ഹൃദയത്തിൽ നിറയുകയും ചെയ്യും. അവസാനമായിട്ട് സാക്രമെൻ്റ് ഓഫ് റിക്കൺസീലിയേഷൻ അഥവാ അനുരഞ്ജനത്തിൻ്റെ കൂദാശ. നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോഴും ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വിള്ളലുണ്ടാകുന്നു. ഈ വിള്ളൽ നികത്തപ്പെടുകയും നമ്മൾ വീണ്ടും സ്നേഹത്തിൽ ഒന്നായി മാറുകയും ചെയ്യുന്നു. 5 പേരുകളാണ് നമ്മളിന്ന് പഠിച്ചത്. അനുതാപത്തിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് പെനൻസ്. രണ്ടാമതായിട്ട് മാനസാന്തരത്തിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് കൺവേർഷൻ. മൂന്നാമത്തേത് ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് കൺഫെഷൻ. നാലാമത്തേത് ക്ഷമയുടെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് ഫൊർഗീവ്നെസ്. അഞ്ചാമത്തേത് അനുരഞ്ജനത്തിൻ്റെ കൂദാശ അഥവാ സാക്രമെൻ്റ് ഓഫ് റിക്കൺസീലിയേഷൻ.